എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ കടല റോസ്റ്റാണ്. നല്ല ചൂട് ചോറിൻ്റെ ഒപ്പവും കഞ്ഞിക്കൊപ്പവും പ്രഭാത ഭക്ഷണങ്ങൾക്കൊപ്പം സൈഡായിട്ട് വിളമ്പാൻ പറ്റിയ വളരെ സ്വാദേറിയ നല്ലൊരു കടല റോസ്റ്റാണ്. അതും തനി നാടൻ രീതിയിൽ തന്നെയാണ് നമ്മുടെ പാചകവും. നോക്കാം എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള കടല റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിൽ കാണാം. കടല റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കിലോ അളവിലാണ് കടല വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കടല ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ടൊരു കുക്കറിലേക്ക് കൂടെ മാറ്റിയിട്ടുണ്ട്. കടല കുക്കറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തിട്ട് കൂടി ചേർക്കണം. സവാളയ്ക്ക് പകരമായിട്ട് ഇതിലേക്ക് കൊച്ചുള്ളിയും ചേർക്കാവുന്നതാണ്. സവാള കട്ട് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് എരിവിനായിട്ടുള്ള 3 പച്ചമുളക് കൂടെ ചേർക്കാം. ഇനി വേണ്ടത് വെന്ത് വരാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കടലയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ 1/2 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. കടലക്കറിയൊക്കെ തയ്യാറാക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കടലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ മയത്തിൽ വെന്ത് കിട്ടുന്നതിനായിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് കുക്കർ ഒന്ന് അടച്ചിട്ട് ഒരു 6 വിസിൽ വരുന്നത് വരെയും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആദ്യ വിസില് ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് ഞാനിവിടെ കടല വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ തന്നെയാണ് നമ്മൾ കടല വേവിച്ചെടുത്തിട്ടുള്ളതും. റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതുപോലാണ് കടല വേവിച്ചെടുക്കേണ്ടതും. നമുക്ക് കടല റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിലെ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിലെ പെരിഞ്ചീരകം കൂടെ ചേർക്കാം. നമ്മൾ ഈ കടല റോസ്റ്റിലേക്ക് മസാലപ്പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല. ഈ ഒരു പെരിഞ്ചീരകത്തിന്റെ സ്വാദാണ് കടല റോസ്റ്റിന് മുന്നിട്ട് നിൽക്കുന്നതും. കടുകും പെരിഞ്ചീരവും ഒക്കെ നല്ലപോലെ പൊട്ടി മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 15 കൊച്ചുള്ളി കട്ട് ചെയ്തതും 3 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും 1 പിടി കറിവേപ്പിലയുമാണ്. അവയ്ക്ക് നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർക്കാം. കൂടെ തന്നെ ഇതിലേക്ക് വെളുത്തുള്ളി കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കൊച്ചുള്ളി സോഫ്റ്റ് ആയിട്ട് ഒന്ന് വാടി തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 1 പിടി കറിവേപ്പില കൂടി ചേർത്ത് നല്ലതായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. കറിവേപ്പില കൈകൊണ്ടൊന്ന് കീറിയതിന് ശേഷം ഇതിലേക്ക് ചേർത്താൽ നമ്മുടെ കറികൾക്ക് നല്ല ഫ്ലേവർ ആയിരിക്കും കിട്ടുക. നമ്മുടെ കൊച്ചുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചതച്ച മുളക് കൂടെ ചേർക്കാം. മുളക് കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. സമയത്ത് ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ മുളകൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. കടല ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലവണ്ണം ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കടലയിലേക്ക് ഈ ഒരു മസാല മുഴുവനും തന്നെ ഒന്ന് പിടിച്ച് ഒന്ന് ഡ്രൈ ആയി കിട്ടണം. അതുവരെയും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. മസാലകൾ കടലയിലേക്ക് പിടിച്ച് കിട്ടുന്നത് വരെയാണ് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതും. അങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ചെറിയ തീയിൽ വെച്ച് ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി തുറന്ന് വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കടലയിലെ ആ ഒരു ആവി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനായിട്ട് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കടലയിലേക്ക് മസാല മുഴുവനും തന്നെ പിടിച്ച് ഇതേ ഒരു പരുവത്തിലേക്ക് ആയി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള കടല റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഒരു കടല റോസ്റ്റ് ചോറിൻ്റെ ഒപ്പം വിളമ്പാനും അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന പ്രഭാത ഭക്ഷണങ്ങൾക്കൊപ്പം വിളമ്പാനും സൂപ്പർ ടേസ്റ്റുള്ള ഒന്നാണ്. നല്ല ചൂട് കഞ്ഞിയുടെ ഒപ്പം സൈഡായിട്ട് കഴിക്കാനും വളരെ സ്വാദുള്ള ഈ ഒരു റോസ്റ്റ് നിങ്ങൾ ഇതുവരെയും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കൂടിയെത്താം. അതുവരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.